The Gospel according to St. Matthew chapter 25, verses 4 and 10. But the wise took oil in their vessels with their lamps, and those who were ready went in with him to the wedding, and the door was shut. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയുമെടുത്തു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. The story of the 5 wise virgins is not just about preparedness. It is about presence, perseverance, and personal responsibility. 10 കന്യകമാരുടെ ഉപമയിൽ 5 ബുദ്ധിയുള്ള കന്യകമാരുടെ ജീവിതം ഒരുക്കത്തെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, സാന്നിധ്യവും ഉത്സാഹശീലവും ഉത്തരവാദിത്വവും സൂചിപ്പിക്കുന്നു. The wise virgins did not rely on others to give them oil. They carried their own. ബുദ്ധിയുള്ള കന്യകമാർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. മറ്റുള്ളവരിൽ നിന്ന് എണ്ണ വാങ്ങിക്കാം എന്ന് അവർ വിചാരിച്ചിരുന്നില്ല. അവരുടേതായി അവർ എണ്ണയെടുത്തു. They lived in a constant state of watchfulness, ready to meet the bridegroom at any hour. നിരന്തരമായി ഉണർവുള്ളവരും ഒരുക്കമുള്ളവരുമായിരുന്നു അവർ. മണവാളൻ ഏത് സമയത്ത് വരുമ്പോഴും ഒരുക്കമുള്ളവരായി അവനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായിരുന്നു. It is not enough to know the bridegroom is coming. It is not enough to be waiting at the right place. മണവാളൻ വരും എന്നുള്ള അറിവുണ്ടായിട്ട് കാര്യമില്ല. അവനു വേണ്ടി തക്ക സമയത്ത് തക്ക സ്ഥലത്ത് കാത്തിരിക്കുന്നതും പോരാ. What matters is whether we have the inner oil, the quiet reservoir of prayer, love, humility and faithfulness that keeps the flame burning. നമുക്കാവശ്യം ആന്തരികമായ എണ്ണയാണ്. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും വിശ്വസ്തതയുടെയും എണ്ണ. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ കത്തി ജ്വലിപ്പിക്കുന്നത്. During this Lenten and Holy Week journey, Christ asks us, are you ready to meet me? ഈ പീഡാനുഭവ ആഴ്ചയിൽ മണവാളനായ ക്രിസ്തു നമ്മോട് ചോദിക്കുകയാണ്, എന്നെ എതിരേൽക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? Are your lamps full? നിങ്ങളുടെ വിളക്കുകൾ എണ്ണയെടുത്തിട്ടുണ്ടോ? The wise cannot share their oil. For spiritual preparedness cannot be borrowed, it must be lived. ബുദ്ധിയുള്ളവർ അവരുടെ എണ്ണ പങ്കുവയ്ക്കുന്നില്ല. ആത്മീയ ഒരുക്കം ഒരിക്കലും കടമെടുക്കുവാൻ പറ്റുന്നതല്ല, അത് നാം ജീവിക്കേണ്ടതാണ്. Let us not wait until the last moment to seek what takes a lifetime to build. പ്രിയമുള്ളവരെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ആത്മീയ ജീവിതത്തെ കെട്ടിപ്പണിത് ഉയർത്തേണ്ടിയിരിക്കുന്നു. അത് അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. May our hearts burn with longing and readiness. So when the call rings out, we too may rise and say, Here I am, Lord. നമ്മുടെ ഹൃദയം ക്രിസ്തുവാകുന്ന മണവാളനു വേണ്ടി വാഞ്ചയോടെ ഒരുക്കമുള്ളതായിരിക്കട്ടെ, ജാഗ്രതയുള്ളതായിരിക്കട്ടെ. അതാകുമ്പോൾ അവൻ വരുന്ന സമയത്ത് നമ്മളെ വിളിക്കുമ്പോൾ, ഇതാ നാഥ ഞാനിവിടെ ഉണ്ട്, ഇതാ നാഥ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.